ഈ സൈഡിലിരിക്കുന്നവർക്ക് നന്നായിട്ട് പറയണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ കുറച്ച് സമയം വചനം കേൾക്കും, പിന്നെ ആരാധന 9 മണിയാകുമ്പോൾ എല്ലാം നമുക്ക് അവസാനിക്കണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വചന ശുശ്രൂഷ ആദ്യം നമുക്ക് കിട്ടി. 3/4 മണിക്കൂർ ശരിക്കും കൃത്യം നല്ലൊരു വചന ശുശ്രൂഷ അഭിവന്യ പിതാവിനോട് നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ഇന്ന് തുടക്കത്തിൽ വലിയ കൃപ, ആ അപ്പസ്തോലൻ വന്ന് പ്രസംഗിച്ചപ്പോൾ തന്നെ ദൈവകൃപ ഈ സമൂഹത്തിൽ ഒഴുകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ സമയം നമ്മൾ കുറച്ച് സമയം ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും തങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഈശോയോട് പറയാൻ വന്നിരിക്കുക. ആരുടെ അടുത്ത് പോയാൽ രക്ഷ പ്രാപിക്കും എന്നാണ്. ആരുടെ അടുത്ത്, എവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ആരുടെ അടുത്ത് നമ്മൾ രക്ഷപ്പെടാൻ? ആത്മാവിൻ്റെ രക്ഷയാണ് ഒരു ദൈവവൈതൽ വചനം കേൾക്കുമ്പോൾ ആത്മാവാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത്. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാ, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം വിശദീകരിക്കപ്പെട്ട് യേശുക്രിസ്തുവിന് പ്രിയപ്പെട്ട അമൂല്യരായി മാറും. യേശുക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായി മാറും വചനം കേൾക്കുമ്പോൾ. അവിടെ നമുക്ക് ഈ രോഗസൗഖ്യം മാറാൻ പറ്റും. സൗഖ്യം നമുക്ക് സംഭവിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന് നാമം മഹത്വപ്പെടുന്നു. മദ്യപാനി ഉപേക്ഷിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് രക്ഷപ്പെടുന്നു. മാത്രമല്ല, യേശു അവൻ്റെ ഹൃദയത്തിൽ ജീവിക്കുകയാണ്. അതല്ലേ അപ്പസ്തോലന്മാർ അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഈശോ ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ മുഴുവൻ യേശുവിനെ കൊടുക്കുവാനായിട്ടാണ് അവർ പരിശ്രമിച്ചത്. എവിടെ പോയാലും യേശുക്രിസ്തുവിനെ കൊടുക്കുക, യേശുക്രിസ്തുവിൻ്റെ വചനം കൊടുക്കുക. ഇത് അതേ അപ്പസ്തോല പാരമ്പര്യം ഇന്ന് ഇവിടെ നമ്മളും കേൾക്കുന്ന ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിച്ച് വിളിക്കുക. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ അവിടെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരുടെ ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയത്തിന്റെ വാതിൽക്കൽ, കൂടെ വായിച്ചോ, അവനെ പത്രോസ് യോഹന്നാൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവന്റെ പക്കൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവർ അവരെ നോക്കി പറഞ്ഞു. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കണമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ നാമം വിളിക്കുമ്പോൾ നീ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ, അവന്റെ ഉള്ളിൽ നിന്നും ഈശോയെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ അപ്പ എന്ന് വിളിക്കണം. ഹല്ലേലൂയ. കൺവെൻഷൻ മന്ദിരിൽ വന്നിരുന്നു എന്ന് വിചാരിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്നില്ല. വചന ശുശ്രൂഷയിൽ ചേർന്നു എന്ന് വിചാരിച്ച് ദൈവം വിടുതൽ നൽകണമെന്നില്ല. മറിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് എൻ്റെ ആത്മാവിൻ്റെ രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നാം തീരുമാനമെടുത്ത് ആ നാമത്തെ വിളിക്കണം. വേറൊന്നും ഈ ലോകത്തിൽ യേശു അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സമ്പാദിക്കുന്നുണ്ടായിരിക്കും. സ്വത്ത്, അതുപോലെ വിദ്യാഭ്യാസം, അധികാരം, ശക്തി, ഭവനം എല്ലാം നിങ്ങൾ സമ്പാദിച്ചു കൂടുന്നുണ്ടായിരിക്കാം. പക്ഷേ അവിടെ യേശുക്രിസ്തു ഇല്ല എങ്കിൽ ഒന്നുമില്ല. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 5 മുതൽ 12 വരെ നോക്കുകയാണെങ്കിൽ അവിടെ അനനിയാസും സഫീറായും തമ്മിൽ അവരുടെ ജീവിതം അവർ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അപ്പസ്തോലന്മാരുടെ പ്രബോധനം കേട്ടിട്ട് അവർ തീരുമാനിക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും വേണ്ട, യേശു മാത്രം മതി. ഓക്കെ, അപ്പസ്തോലന്മാർ സ്വീകരിച്ചു. യേശു മാത്രം മതി, അപ്പസ്തോലന്മാർ സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? യേശുവിനെ മാത്രം സ്വീകരിച്ച അനനിയാസും സഫീറായും തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ
വിറ്റ് ഒരു പാത്രത്തിലാക്കി സമ്പത്ത് മുഴുവൻ, അല്ലെങ്കിൽ അവരുടെ ആ പണം ഒരു കിഴിക്കെട്ട് കെട്ടി പത്രോസിൻ്റെ കാലുകൾ കൊണ്ട് സമർപ്പിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് യേശു ക്രിസ്തുവിന് പൂർണ്ണമായ ഒരു വിട്ടുകൊടുക്കലല്ലായിരുന്നു. അപ്പോൾ പത്രോസിൽ ചോദിക്കുന്നുണ്ട്, അനനിയാസേ, പറമ്പ് നിന്റെ സ്വന്തമല്ലായിരുന്നോ? വിറ്റ് കിട്ടിയത് നിന്റെ സ്വന്തമല്ലേ? അതിൻ്റെ മുഴുവൻ തുക നീ സമർപ്പിച്ചിട്ടുണ്ടോ? അതിലൊരംശം മാറ്റിവെക്കാൻ എന്തുകൊണ്ട് നീ തയ്യാറായി? അവൻ പറഞ്ഞു, ഞാൻ മാറ്റി വെച്ചിട്ടില്ല, ഞാൻ ഈശോയ്ക്ക് മൊത്തം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അത് പറഞ്ഞു തീർന്നില്ല, അവൻ പത്രോസിന്റെ കാൽക്കൽ പിടഞ്ഞു വീണ് മരിച്ചു. അവൻ ശരീരം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. നിമിഷങ്ങൾക്കുള്ളിൽ ഇതാ സഫീറ ഭാര്യ കടന്നു വരികയാണ്. സഫീറയോട് ചോദിച്ചു, പറമ്പ് വിറ്റ് കിട്ട തുക എത്രയോ ഉള്ളോ? നീ അതിനകത്ത് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ ശവം ചുമന്നുകൊണ്ട് പോയവരുടെ കാലൊച്ച ഇതാ അത് ഇപ്പോഴും എന്റെ ചെവികൾ കേൾക്കാം. നീ യേശു ക്രിസ്തുവിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ നിമിഷം സഫീറായും നിലത്ത് വീണ് പിടഞ്ഞു മരിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു നിനക്കൊരു അനുഗ്രഹം നൽകുന്നില്ല എങ്കിൽ ചങ്കുപൊട്ടി വിളിക്കുന്നു, വചനം കേൾക്കുന്നു, 21 അഭിഷേകാഗ്നി അല്ലെങ്കിൽ 21 കൺവെൻഷൻ, അതിൽ കുറെ അഭിഷേകാഗ്നി, പിന്നെ മലകളിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, പല സ്ഥലങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എങ്കിൽ നീ പൂർണ്ണമായി ഈശോയെ സ്നേഹിച്ച് ആത്മാവും ശരീരവും കർത്താവിന് കൊടുത്തിട്ട് എൻ്റെ അപ്പാ യേശുവേ എന്ന് വിളിച്ചോ ഇല്ലയോ എന്ന് ഇന്ന് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നീ ചിന്തിക്കേണ്ട സമയമാണ്. എൻ്റെ ആത്മാവിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വിടുതൽ നൽകുന്നത് എനിക്ക് യേശു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കും, യേശു ക്രിസ്തുവിന്റെ വചനം അനുസരിക്കും. അവിടെ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അത് തിരിച്ചറിഞ്ഞവർ എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കും. ഭാരതത്തിന് രണ്ടാമത്തെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ബുദ്ധിയുടെ കാര്യത്തിൽ ഭയങ്കര ഒത്തിരി ജ്ഞാനവും അറിവും ഡോക്ടറേറ്റുകളെല്ലാം ഉണ്ട്, PhD ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രാൻസിസ് സേവ്യറോട് ചോദിക്കുകയാണ്, ഇഗ്നേഷ്യസിലെ പോകുന്ന വഴിക്ക് നിനക്കെല്ലാം ഉണ്ട്, നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ നിനക്കെന്ത് പ്രയോജനം? നിന്റെ ആത്മരക്ഷ എവിടെ? ഈ അധികാരവും ഈ പവറും ഈ പഠനവും ഈ വിദ്യാഭ്യാസം കൊണ്ട് നിനക്ക് എന്ത് നേടാൻ പറ്റും യേശു ഇല്ലാതെ? അപ്പോൾ തന്നെ ഫ്രാൻസിസ് സേവ്യർ ചിന്തിക്കുകയാണ്, എൻ്റെ ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് യേശു വേണം, എനിക്ക് യേശു വേണം. ആ യേശു ക്രിസ്തുവിനെ ജീവനും നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു. എന്നിട്ട് യേശു ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി. ഒരു കൈയിൽ മണിയും മറുകൈയിൽ വിശുദ്ധ കുരിശുമായി ഇതാ യേശു ക്രിസ്തുവിന്റെ നാമം പേറി ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി 3.5 ലക്ഷത്തോളം ആളുകളെ ഫ്രാൻസിസ് സേവ്യർ ഒറ്റയ്ക്ക് മാമോദീസമുക്കി കർത്താവിനെ തിരുസഭയിൽ അംഗമാക്കി. പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതേ വിശ്വാസ പാരമ്പര്യമുള്ള പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമം വിളിക്കുമ്പോൾ ഈ അത്ഭുതവും അടയാളവും അനുഭവിക്കാൻ പറ്റുന്നില്ല? അത് നിങ്ങൾ യേശു ക്രിസ്തുവിന് പൂർണ്ണമായി കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ, മനസ്സുറന്ന് ഹല്ലേലൂയ. റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൽ 16-ാമത്തെ ലേഖനം. റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ സുവിശേഷത്തെ പറ്റി. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യ യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷത്തെ പറ്റി ഞാൻ എന്ത് പറയും? സുവിശേഷം യേശു ക്രിസ്തുവാണ്. ലജ്ജിക്കുന്നില്ല. അത് ഗ്രീക്കുകാർക്കും യഹൂദർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. എങ്കിൽ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിനക്ക് വിടുതൽ നൽകുന്ന, സൗഖ്യം നൽകുന്ന, സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന അത്ഭുത ശക്തിയാണ് ഈ വചന ശുശ്രൂഷ. റോമാക്കാർക്കെഴുതിയ ലേഖനം യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ ലേഖനം. യാക്കോബ് 1:20. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങൾ പായികരിക്കുന്നതും
നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ള വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. വചനത്തെ വിനയപൂർവ്വം പറഞ്ഞ വല്ലകരമീർത്തി പറഞ്ഞ ഹല്ലേലൂയാ, സ്വരമീർത്തി ഹല്ലേലൂയാ. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ള വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. എന്താ നിങ്ങൾ വചനത്തെ വിജയപൂർവ്വം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. വചനം ദൈവമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇമ്മാനുവേൽ. ഓരോ ദൈവവേദൽ വചനം കേട്ട് ആ വചനം ഹൃദയത്തിലേക്ക് നിറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആര് നിറയും? യേശു ക്രിസ്തു നിറയും. അവൻ ശക്തി പ്രാപിക്കും. അപ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെയും നിങ്ങളെ കീഴ്പ്പെടുത്താനിരിക്കുന്ന രോഗങ്ങളെയും നിങ്ങൾ തകർക്കാനിരിക്കുന്ന കടബാധ്യതകളെയും യേശു ക്രിസ്തു നിങ്ങളെ ആട്ടിപ്പായിക്കും, നിങ്ങൾ എടുത്തു മാറ്റും. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പങ്കുചേരുവാനായി ദൈവജനത്തെ സാത്താൻ അനുവദിക്കാത്തത്. നിങ്ങളതെല്ലാം അത് അതിജീവിച്ചിന്ന് അനേകർ ഇന്ന് ഈ വചന കൂടാരത്തിൽ കയറി വന്നു. ഇനി നിങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ അത് ഹൃദയം തുറന്ന് സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ ലിഖിതം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:16. ഫിലിപ്പിയർ ചാപ്റ്റർ 2 വേഴ്സ്. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ജീവന്റെ വചനം, ഈ വചനം ഇന്നത്തെ പിതാവിൻ്റെ ആ വചന ശുശ്രൂഷയുടെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുക. ഹല്ലേലൂയ. ആത്മാവും ജീവനും ശക്തി നൽകുന്ന വചനം, അത് യേശു ക്രിസ്തുവിന്റെ വചനം. ആ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ വിടുതലുണ്ടാവും, സൗഖ്യമുണ്ടാകും. വളഞ്ഞിരിക്കുന്ന അസ്ഥികളൊക്കെ അപ്പം കിരികിരാ ശബ്ദത്തിലൂടെ നിവരും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കും. യേശു ക്രിസ്തു കടന്നു അവന്റെ മുമ്പിൽ, യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു അന്ധകാരത്തിന് നിൽക്കാൻ പറ്റില്ല, ഒരു പിശാചിന് നിൽക്കാൻ പറ്റില്ല. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ, നിങ്ങളുടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ശക്തിക്കും യേശു ക്രിസ്തുവിന് മുന്നിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. സാക്ഷി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അവൻ ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നീ ഇന്ന് വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ യേശുവിന്റെ ആ വചനം കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കുക, വചനത്തെ മുറുകെ പിടിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷത്തില് അതിൽ 1-ാം അധ്യായം 15-ാമത്തെ ലിഖിതം, മർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, അനുദപിച്ച്. നോക്ക്, ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെയും വചനത്തെയും സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നതിന് കാരണം നിങ്ങളിലുള്ള അശുദ്ധി. അതുകൊണ്ട് ആദ്യം പറഞ്ഞ സകല അശുദ്ധിയും ഉപേക്ഷിച്ച് നിങ്ങൾ വേര് വായിക്കുന്ന വചനത്തെ സ്വീകരിക്കുക. അതുകൊണ്ട് വീണ്ടും പറയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചു, അതുകൊണ്ട് വചനത്തെ സ്വീകരിക്കുക, യേശു ക്രിസ്തുവിനെ സമയമായി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സമയം ഓരോ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഇവിടെ അഭിഷേകാഗ്നി കൂടിയ പലരും ഇന്നില്ല. കഴിഞ്ഞ വർഷം അഭിഷേകാഗ്നി ശുശ്രൂഷ കൂടിയ പലരും ഇന്ന് ഉണ്ടാവുകയല്ല. അവരെല്ലാം കാലയവനേക്കുള്ളിൽ മറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് ഓരോരുത്തരുടെ സമയം, ഇനി കർത്താവ് വരുന്ന നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. സമയം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും. എനിക്ക് പറയാൻ പറ്റില്ല ഇനി അടുത്ത വർഷമോ പിന്നത്തെ വർഷമോ അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ ഒരു സമയത്ത് വന്ന് പ്രസംഗിക്കാം എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ കർത്താവ് എനിക്ക് സമയം തന്നു വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ അടുത്ത കൺവെൻഷൻ വരട്ടെ, അല്ലെങ്കിൽ ഇനി ശനിയാഴ്ച വട്ടാഴ്ച വരുമ്പോൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതാ കർത്താവ് ഇപ്പോൾ നിങ്ങൾക്ക് സമയം തരികയാണ്. നീ എൻ്റെ നാമം വിളിക്കുക, എന്നെ സ്വീകരിക്കുക, എൻ്റെ വചനം സ്വീകരിക്കുക, അവിടെ വിടുതൽ. സമയം പൂർത്തിയായി, സമയം പൂർത്തിയായി. വീണ്ടും 1 കൊരിന്തോസ് 3-ാം അധ്യായം 11, 12, 13 ലിഖിതങ്ങൾ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 11 വായിക്കേ. യേശു ക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, അതിന് പുറമെ മറ്റൊന്ന്
സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി കർത്താവിന്റെ ദിനത്തിൽ അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെ പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവില്ലാതെ നിങ്ങൾ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ എന്തുകൊണ്ട് ഈ ലോകത്തിൽ സകലതും പണിത് ഉയർത്തിയാൽ യേശുക്രിസ്തുവില്ലാതെ എല്ലാം ഛിന്നഭിന്നമായി പോകുന്നത്. അത് നിങ്ങൾ അറിയുന്നത് അവസാനം അറിയുള്ളൂ. അപ്പോഴത്തേക്കും കർത്താവേ എനിക്ക് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ ഈശോ നിങ്ങളുടെ പുറം തിരിഞ്ഞു നോക്കുകയല്ല തിരിഞ്ഞു നോക്കുകയല്ല. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു. സ്വർണമോ വെള്ളിയോ അധികാരമോ പവറോ ഇതൊന്നും അവസാനത്തിൽ നിങ്ങളെ സഹായിക്കില്ല എന്ന്. സ്വർണമോ വെള്ളിയോ നിങ്ങളുടെ അധികാരമോ നിങ്ങൾ ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഓരോ വ്യക്തികളും നമ്മുടെ ഇടയിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ, വേർപിരിഞ്ഞു പോകുമ്പോൾ, അവർ സമ്പാദിച്ചതും അവർ കരുതിയതും അവർ സ്വരുക്കൂട്ടി വെച്ചതും അതൊന്നും അവരെ സംരക്ഷിക്കുകയില്ല. മറിച്ച് അവർ മരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാം. ഈ ലോകത്തെ സകല മ്ലേച്ഛതയും ചെയ്ത്, ഈ ലോകത്തെ സകല തരത്തിലുള്ള ദൈവനിഷേധ പ്രവൃത്തികളും ചെയ്ത് നശിച്ച് ഈ ലോകത്തിൽ വേർപിരിഞ്ഞു പോകുമ്പോൾ എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്തെല്ലാം ഉണ്ടായത് എൻ്റെ കാര്യം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ വചന ശുശ്രൂഷയിൽ 5 ദിവസം പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ യേശു ക്രിസ്തുവില്ലാതെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇല്ലാതെ, നിങ്ങളുടെ കുടുംബത്തിലില്ലാതെ, യേശുവാകുന്ന അടിസ്ഥാനത്തിന് മേൽ സ്ഥാപിക്കപ്പെടാതെ നിന്നെ നയിക്കുന്ന കർത്താവ് നിന്റെ കൂടെ ഇല്ലാതെ നീ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് എങ്ങോട്ട് പോകും? എന്ത് നേടി? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതം, റെവലേഷൻ ചാപ്റ്റർ 7 വേഴ്സ് 10 എന്താ പറയുക? അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെയും ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. അതാ പറഞ്ഞു, സ്വർണ്ണമോ വെള്ളിയോ രക്ഷിക്കാൻ പറ്റില്ല. സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ഏതാ കുഞ്ഞാട്? ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, അവന്റെ പക്കല്ലാതെ വേറെ സ്ഥലത്ത് രക്ഷയില്ല. സ്നാപയോഹന്നാൻ ഈശോ നടന്നു വന്ന യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനം പറയുന്നത്, ഇതാ ഈ യേശു ക്രിസ്തു നടന്നു വരുന്നത് കണ്ടിട്ട് സ്നാപയോഹന്നാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഇതാ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ, ഉറക്കെ വായിക്കേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതേ സംഭവം വെളിപാടിന്റെ പുസ്തകത്തിൽ പറയും, ഇതാ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദൈവത്തിന്റെ കുഞ്ഞാടാരാ? ഒച്ചതി പറ, യേശു. ഉറക്കെ പറ, വലത് കൈ ഉയർത്തി പിടിച്ച് യേശു എന്ന് പറ 2 പ്രാവശ്യം. ഉച്ചത്തി പറ. നോക്ക്, ഈ ലോകത്തിന്റെ പാപങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ നീക്കി യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. അത് യോഹന്നാൻ ശ്ലീഹായ്ക്ക് തന്നെ വെളിപാടിൽ യോഹന്നാൻ ശ്ലീഹ പറയാണ്, ഇതാ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ. ഈ ലോകത്തെ ആർക്കും നിങ്ങൾ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ സാംസച്ചൻ്റെ അടുത്തോ അല്ലെങ്കിൽ വട്ടാഴ്ചയുടെ അടുത്തോ വന്ന് അച്ഛൻ പറയും പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കുക, രക്ഷപ്പെടും എന്ന് പറയുള്ളൂ. അല്ലാതെ ഞാൻ രക്ഷിക്കാന്ന് പറയില്ല. പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെന്ന് പറയാം, അച്ഛാ തലയ്ക്ക് കുറെ തലയെ പിടിച്ച് ഞെക്കി പീച്ച് താഴത്തേക്ക് ഇറക്കി വിട്ടാൽ അവർ രക്ഷപ്പെടുകയല്ല അല്ലേ? ഞാൻ കുറെ ബലം പിടിച്ച സൗഖ്യപ്പെടുവോ? ഹല്ലേലൂയ, യേശുവേ നന്ദി. മറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അന്നേരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 2 പേര് യോജിച്ച് എൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, മനസ്സിലുണ്ട്, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഈശോ സുഖപ്പെടുത്തുക, ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, മനസ്സിലുണ്ട്, ഹല്ലേലൂയ. അപ്പോ അവിടെ ദൈവശക്തി വ്യാപരിക്കും. ഹൃദയം തുറന്ന് ഹല്ലേലൂയ.
വെളിപാടിന്റെ പുസ്തകം 14 അധ്യായം 7-8 ലിഖിതങ്ങൾ. Revelation chapter 14 verse 7 and 8 വായിക്കുക. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും. എന്നാൽ അവിടുന്ന് വിധിയുടെ സമയം ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീതികളെയും സൃഷ്ടിച്ചവനെ. രണ്ടാമതൊരു ദൂതൻ വന്ന് പറഞ്ഞു, മഹാബാബിലോൺ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് അവൾ നിലം പതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുവിൻ. മറ്റ് അശുദ്ധി, മഹാബാബിലോൺ എന്ന് പറഞ്ഞ പിശാച്, അവൻ വീണു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മഹാബാബിലോൺ തരിപ്പണമാകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന മഹാബാബിലോണുകൾ, പൈശാചിക ശക്തികൾ, കടബാധിതയുടെ, രോഗത്തിന്റെ, തകർച്ചയുടെ, മദ്യപാനത്തിന്റെ, ആസക്തിയുടെ, ബന്ധനത്തിന്റെ, അഭിഹിത ബന്ധങ്ങളുടെ എല്ലാ ബാബിലോണുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചിഹ്നവനാകും. ഹല്ലേലൂയ. ഇന്നും അതേ അന്ധകാര പീഡയിൽ, അതേ പൈശാചക്തിയിൽ പിണഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന നാമം ഇല്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് കൂടെയുള്ളവൻ, അവൻ വിജയം പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 19 അധ്യായം 1 ലിഖിതം. വെളിപാട് 19:1. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇതുപോലെ ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും, അതാ എനിക്ക് വേണ്ടി, രക്ഷയും മഹത്വവും ശക്തിയും ആരുടെയാ? ദൈവത്തിൻ്റെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷയും ശക്തിയും മഹത്വവും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഒരാൾക്ക്, നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയും അച്ഛാ ഭയങ്കര ബന്ധനമാണ്, ഭയങ്കര കെട്ടുകളാണ്, ഇവിടെ ഡെലിവറൻസ് പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ടഴിയണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം, കർത്താവേ യേശുവേ, തലമുറകളായിട്ടുള്ള എൻ്റെ മേലുള്ള പൈശാചിക ശക്തിയെ വിടിവിക്കാൻ അങ്ങേക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഇതാ എൻ്റെ പാപങ്ങൾ കഴുകികളെ ഞാൻ അങ്ങയുടെ നാമത്തെ വിളിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ശക്തി ഇടിമിന്നൽ പോലെ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. പിശാചിന് അവിടെ ഇരിക്കാൻ പറ്റില്ല, അന്ധകാരത്തിന് ഇരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ അടുക്കൽ മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 2 അധ്യായം 3 ഹെബ്രായർ 2:3 വായിക്ക്. ഇത്ര മഹത്തായ രക്ഷയെ ശരിക്കും വായിക്കും. ഇതൊക്കെ ഭയങ്കര ശക്തമായ വചനം. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാമം ശിക്ഷയിൽ നിന്നും ആരംഭത്തിൽ കർത്താവിനാണ് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്ക് അതായത് നമ്മുടെ തലമുറകൾ ഈ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നിങ്ങൾ, ഇത്ര മഹത്തായ രക്ഷ യേശു ക്രിസ്തുവിനെ അവഗണിച്ച് ഇത് നിങ്ങൾ താന്തോന്നികളായിട്ട് പഴ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കുറിച്ച് പറയുക. ഇത്ര മഹത്തായ രക്ഷ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? രോഗങ്ങൾ, ഇത്ര മഹത്തായ രക്ഷയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ച നിങ്ങൾ എങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും? പറയാല, മിണ്ടൂല. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കുറച്ച് അധ്വാനിച്ച് കുറച്ച് നേടി ഇതുകൊണ്ടെല്ലാം രക്ഷപ്പെടില്ല. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഇവിടെ സഹോദരങ്ങളെ, ഈ 5 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് യേശുവിനെ സ്വന്തമാക്കണം. നിങ്ങൾ ഇനിയും സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ ചുമ്മാ വെറുതെ നാക്ക് നീട്ടി ഈശോയെ സ്വീകരിച്ചാൽ പോരാ. ആ നാക്ക് നീട്ടി ഈശോയെ സ്വീകരിക്കുമ്പോൾ അത് ഈശോ ആ അപ്പത്തിലൂടെ യേശു ക്രിസ്തുവായി നിന്റെ ഹൃദയത്തിലേക്ക് യേശു വന്ന് ജീവിക്കണമെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നീ ഒരുങ്ങണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. അല്ലെങ്കിൽ ചുമ്മാ വെറുതെ അപ്പക്കഷ്ണം സ്വീകരിച്ച് യൂദാസ് സ്വീകരിച്ചതുപോലെ പുറത്തേക്ക് ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഹെബ്രായർ 2:10. ആർക്ക് വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ ആരനേകം പുത്രന്മാരെ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സകലം വഴി പരിപൂർണമാക്കുക തികച്ചും. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി ആരും എല്ലാം നിലനിൽക്കുന്നുവോ ആരനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ ആ രക്ഷയുടെ കർത്താവ് യേശു സകലം വഴി പരിപൂർണനാക്കി തികച്ചും. സകലം വഴിയാണ് ഈശോ നമുക്ക് രക്ഷ നൽകുന്നത്. സകലം വഴി. അത് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ? കുരിശിൽ ഈശോ എത്രമാത്രം സഹിച്ചു, ആ സഹിച്ചാണ് ഈശോ നമുക്ക് രക്ഷ നൽകി. സകലം വഴി, വേദന വഴി, രക്തം വാർന്നൊഴി, പെടഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചത്. അതുകൊണ്ട് ആ രക്ഷയെ, ഇത്ര മഹത്തായ രക്ഷയെ അത്രമാത്രം വേദനിച്ച് നമുക്ക് രക്ഷ നേടിത്തന്ന ഈ യേശു ക്രിസ്തുവിനെ അവഗണിക്കുന്ന നിങ്ങളെ പിന്നെ കർത്താവ് എന്ത് ചെയ്യും? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായം 6, 7, 8 തിരുലിഖിതങ്ങൾ. യേശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായം 6, 7, 8 തിരുലിഖിതങ്ങൾ. വീണ്ടും സ്വരമുയർന്നു, ഉദ്ഘോഷിക്കുക. ഒച്ചതി വായിച്ചോ. വീണ്ടും സ്വരമുയർന്നു, ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രമാണ്, അതിന് സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ. കർത്താവിന്റെ ശ്വാസമേക്കുമ്പോൾ പുല്ല് കരിയുകയും മനുഷ്യൻ പുല്ല് മാത്രം. പുല്ല് കരിയുന്നു, പുഷ്പമാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യ, നീ വെറും പുല്ല് കരിയുന്നു, വെറും തൃണം. പുല്ല് കരിയുന്നു, പുഷ്പമാടുന്നു. ദൈവത്തിന്റെ വചനം യേശു ക്രിസ്തു മാത്രം എന്നും നിലനിൽക്കുന്നു. ആ ദൈവത്തെ, ആ വചനത്തെ സ്വന്തമാക്കുക. 1 പത്രോസ് അതിൽ 1-ാം അധ്യായം 24-25 തിരുലിഖിതങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം 24-25 തിരുലിഖിതങ്ങൾ. എന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യമാണ്. അവരുടെ മഹിമ പുല്ലിന്റെ പൂവിന് തുല്യവും. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. എന്നാൽ കർത്താവിന്റെ വചനം, ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട, നിങ്ങളോട് ഈ വചനം എന്ന് പറഞ്ഞ നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. ആ സുവിശേഷമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം, ആ വചനം. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ 11-ാം അധ്യായം 21-ാം അധ്യായം യോഹന്നാൻ 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള ലിഖിതങ്ങൾ. യോഹന്നാൻ 11 വായിക്ക്. യേശുവിനോട് പറഞ്ഞു, പുനരുത്ഥാന ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ അങ്ങനെ ജീവിക്കുകയും ഒരിക്കലും അവൻ പറഞ്ഞു വിശ്വസിക്കുന്നു. കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന യേശു ക്രിസ്തുവാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിശ്വാസം, യേശു ക്രിസ്തു ഇത്ര തീക്ഷ്ണമായ വിശ്വാസമാണ്, നീ ഇന്ന് ജീവിക്കും. ഇവിടെ ഇരിക്കുന്നവർ ഇന്നും ഒരനുഗ്രഹം ഇല്ലാതെ വീണ്ടും വീണ്ടും കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇല്ല, എനിക്ക് ഉറപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 10-ാം അധ്യായം 9-ാമത്തെ ലിഖിതം. യോഹന്നാൻ 10:9. ഞാൻ പെട്ടെന്ന് വചനം പറഞ്ഞു പോവാം. യോഹന്നാൻ 10:9 എന്താ വായിക്കുക? ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാനാണ് വാതിൽ, ഉറക്കെ വായിക്കുക. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ച് സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ച് സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. യേശു ക്രിസ്തുവാണ് വാതിൽ. ആ യേശു ക്രിസ്തു സ്വന്തമാക്കുന്നവൻ ഇഷ്ടം പോലെ അവർക്ക് ഇനി ജീവിതത്തിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വത്ത്, സമ്പത്ത്, മക്കള് എല്ലാം. ഇന്ന് മക്കളില്ല, വിവാഹം നടക്കണില്ല, ഭവനമില്ല, എല്ലാം ഒരു നരക തുല്യമാണെങ്കിൽ ദൈവം ഇല്ല നിങ്ങളുടെ കൂടെ, യേശു ഇല്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്രമാത്രം ആനന്ദം നിറയുന്നറിയാവും.
എന്ത് ചെയ്യാം, എവിടെയും പോകാം. കാരണം ഈശോ ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. എന്തും ഈശോ നമുക്ക് നേടിത്തരും. ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ്. ശരിക്കും നമ്മൾ ശരീര വിശുദ്ധിയോടുകൂടെ ഈ വചനം വിശ്വസിച്ച് യേശു ക്രിസ്തു ജീവിക്കുന്ന കർത്താവാണ്. അവൻ ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. ദീപികാനത്തിലും അതുപോലെ നമ്മുടെ വചനത്തിലും എല്ലാം യേശു ക്രിസ്തു ഉണ്ട്. ആ വചനം ജീവനാണ്, അത് സത്യമാണ്, അത് ഊർജ്ജസ്വലമാണ് എന്ന് വിശ്വസിച്ചാൽ ആ ദൈവം നമ്മളിൽ പ്രവർത്തിക്കും, നമ്മുടെ വാക്കുകളിലൂടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ വചനം ഈ ആത്മാവും ജീവനും നിങ്ങളിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. അവിടെ ഇരുന്ന് ഇതുപോലെ ഇപ്പോൾ ഈ കസാരയിൽ ഇരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇതുപോലെ യേശു ക്രിസ്തുവിനെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളും അഭിഷേകം പ്രാപിക്കും. കൊളോസസ് 1-13 മുതൽ 20 വരെ എഴുതിയിരിക്കുന്നത്. കൊളോസസ് 1:13 മുതൽ 20 വരെ. കൊളോസസ് ലേഖനം 1-ാം വായിക്ക്. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക്, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യമായ എല്ലാ വസ്തുക്കളും, സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ, അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മനുഷ്യനിലുമുള്ള. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പ്രതിമസ്ഥാനീയനായെന്നാൽ അവനിൽ സർവ്വസമ്പൂർണതയും നിവേദിക്കുമെന്ന് ദൈവം തിരുമനസ്സായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തിരുമനസ്സായി. സ്വർഗ്ഗത്തിലും ഭൂമിയിലും എല്ലാ വസ്തുക്കളും അവനിലൂടെ. അവിടുന്ന് അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം. ഹല്ലേലൂയ. നോക്ക്, ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകലതും അവനിലൂടെ, അവന് വേണ്ടി. അധികാരം, ശക്തി, പവർ. അപ്പൊ നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്വത്ത്, ഇതെല്ലാം യേശു ക്രിസ്തു നിങ്ങൾക്ക് തന്നതല്ലാതെ, തരാത്തല്ലാതെ വേറെ ഒന്നുമില്ല. കാര്യം നിങ്ങൾ പഠിച്ച് ജോലി കിട്ടിയുണ്ടായിരിക്കും, പക്ഷെ യേശു ക്രിസ്തു തരാത്തായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലം, ഇന്ന് ഈ സ്ഥലം യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് കിട്ടിയതാണ്. ഇവിടെ വചനം കേൾക്കാൻ നിങ്ങളുടെ ഭവനം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കിട്ടിയതാ. അതാണ്. ആ ഒരു വിശ്വാസത്തിലേക്ക് ജനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ നമുക്ക് ഒരു ഭയമുള്ള യേശു അല്ല കർത്താവല്ല നമ്മുടെ, മറിച്ച് സ്നേഹത്തിൻ്റെ കർത്താവ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പിശാച് നമ്മളെ കൊണ്ട് വേറെ അശുദ്ധി ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അതിനാൽ സജീവശിലയായ, മനുഷ്യ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള പടുത്തുയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ വിശുദ്ധമായ ഒരു പുരോഗതി ജനവും ഇപ്രകാരം ഇതാ സിയോനിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യമായ, അതിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, വിശ്വസിക്കാത്തവർക്ക് അത് അവർക്ക് ഇടർച്ചയുള്ള, വചനത്തെ ധിക്കരിക്കുന്നവർ വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഗതികളും വിശുദ്ധ ജനവും ദൈവത്തിന് സ്വന്തം ജനവുമാണ്. അതിന് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ യേശു ക്രിസ്തു നീ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി പോയി വചനം പ്രഘോഷിക്കാനല്ല അച്ഛൻ പറഞ്ഞത്. പ്രഘോഷിക്കാൻ പറ്റുന്നവർ പ്രഘോഷിച്ചു. യേശു ക്രിസ്തുവിന് എപ്പോഴത്തേക്കും നോക്ക്, ഞാനിത് മനസ്സിലാക്കി, ഇത്ര യേശു ക്രിസ്തുവിന് ഒരാൾ വില കൊടുക്കുമ്പോൾ ആ യേശു അവിടെ പ്രവർത്തിക്കും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ യേശു നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടാവും? പുസ്തകം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? പട്ടാരിച്ചോട് ചെറിയ പുസ്തകം 10 രൂപയുടെ ഒരു ചെറിയ പുസ്തകം. ആ പുസ്തകം കൊണ്ട് തലമണക്കടി വെച്ച് കഴിയുമ്പോൾ ദേ സൗഖ്യം. തലമണക്കടി വെച്ചാൽ മതി.
തളർന്ന് ഇതേ പാലായ ഒരു ബാങ്ക് ജോലിക്കാരൻ എന്ത് ചെയ്തു? തളർന്ന് സ്ട്രോക്ക് വന്ന് താഴത്തേക്ക് വീണ് അത് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പം എന്ത് ചെയ്തു? ഒരു കൈ കൊണ്ട് യേശുവിനെ ശക്തി വെച്ച് ഇങ്ങനെ തൂത്തോണ്ടില്ല, ഇങ്ങനെ വെറുതെ തൂത്തോളൂ. യേശുവിൻ്റെ നാമം വിളിച്ചില്ല, ഇങ്ങനെ തൂത്തേ ഉള്ളൂ. 3-4 മിനിറ്റിനുള്ളിൽ കൈ എഴുന്നേറ്റ് തുള്ളിച്ചാടി എഴുന്നേറ്റ് തിരിച്ചു പോകുന്നു. അപ്പം നമുക്ക് ആ യേശു ക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾ ശരിക്കും വിളിക്കാത്തതുകൊണ്ടാണ്, ആ യേശു ക്രിസ്തു സ്വീകരിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പുസ്തകം ഇന്നെത്രയാ 40 ലക്ഷത്തിന് മേളിലായി. ആ പുസ്തകം മലയാള കോപ്പി ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തി. 40 ലക്ഷത്തിന് മേളിൽ ആ യേശുനാമത്തിന് ശക്തി എന്നുള്ള പുസ്തകം കൊണ്ട് അവിടെ ആരാ ഉയർത്തിപ്പെടുത്തിയത്? പറ, യേശു. അതിന് ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മറാഠീസ്, ജപ്പാനീസ്, ജർമ്മൻ, ഇറ്റാലിയൻ, സ്പാനിഷ്, പോളിഷ്. യേശു ക്രിസ്തു ഹൃദയം. അങ്ങനെ ആ ഒരു പുസ്തകം എത്രമാത്രം ശക്തി. ഈ യേശു ക്രിസ്തുവിനെ ഹൃദയം തുറന്ന് എൻ്റെ അപ്പാ യേശുവേ എന്ന് വിളിച്ചാൽ വിടുതലുണ്ടാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സമയമില്ല, അല്ലെങ്കിൽ ആ സാക്ഷ്യം കാണിച്ചു തരായിരുന്നു. പ്രാർത്ഥിച്ചു. അത് ചുമ്മാ നിസ്സാര പൊട്ടനല്ല, നല്ല വിദ്യാഭ്യാസമുള്ള ബാങ്കിൽ നിന്ന് ജോലി ചെയ്ത് റിട്ടയർ ആകാൻ എനിക്ക് മതി എന്ന് പറഞ്ഞ ആളാണ് രക്ഷപ്പെട്ടു പോയത്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ ഈശോ വന്നു കഴിഞ്ഞാൽ ഈ വചന കൂടാത്തിരിക്കുന്നത് അതൊന്ന് വേഗം വന്നിട്ട്. എൻ്റെ പേര് KM ജോസ്. ഞങ്ങൾ പാലായിലെ മൂന്നാനി ഇടവക്കാരാണ്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു മാനേജറായിരുന്നു. കഴിഞ്ഞ നവംബറിൽ റിട്ടയർ ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉണ്ടായ ഒരു അത്ഭുതകരമായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. 2017 ഏപ്രിൽ മാസത്തിലായിരുന്നു. ഞങ്ങളൊരു വിദേശയാത്രയ്ക്കൊക്കെ ബാങ്കിലെ ഒരു സൗകര്യമുണ്ട്, അതിനുള്ള ഒരു വിസയൊക്കെ ശരിയാക്കാൻ വേണ്ടി എറണാകുളത്ത് പോയി യാത്ര എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് ഒരു 10:30 കിടന്നതാണ്. ഞാനും ഭാര്യയും എൻ്റെ മോനും ഉണ്ടായിരുന്നു. രാത്രി ഒരു 12 കഴിഞ്ഞ് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഇടത് കൈയും ഇടത് കാലും ഇടതുവശം മൊത്തം തളർന്നു പോയതായിട്ട് എനിക്ക് മനസ്സിലായി. എനിക്കൊരു വിരലനക്കാൻ പോലും സാധിക്കാത്ത അത്ര വിധത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും ശക്തിയില്ലാത്തവനായി പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പെട്ടെന്ന് നിലവിളിച്ച് ഒച്ച വെച്ച് ഭാര്യയെ എഴുന്നേൽപ്പിച്ച് പെട്ടെന്ന് എൻ്റെ മോനെയെല്ലാം വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവരുടെ എല്ലാം കൂടെ സഹായത്തോടുകൂടി എന്നെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് എനിക്കൊരു ബട്ടൺ ഇടാൻ പോലുള്ള ശക്തി ഇല്ലായിരുന്നു. പെട്ടെന്ന് വിദേശയാത്ര പോയിട്ട് എനിക്കിനി സർവീസിൽ തുടരാൻ പോലും കഴിയുമോ എന്നുള്ള ഒരു ഭയപ്പാടോടുകൂടി ഞാൻ നിലവിളിച്ചു പോയി. അത്രയധികം സങ്കടമായി പോയി. എൻ്റെ അമ്മ ഒരു 9 മാസക്കാലം ഒരു സ്ട്രോക്ക് വന്ന് ഒരു പേഷ്യൻ്റായി കിടന്ന് കഷ്ടപ്പെട്ട് മരണമടഞ്ഞ ഒരവസ്ഥ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾക്കും ഈ സ്ട്രോക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. കർത്താവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പെട്ടെന്ന് മരിയൻ എന്ന് പറഞ്ഞിട്ട് പാലായിലെ ആശുപത്രിയിൽ ചെന്നു. എന്നെ കിടത്തിയിരുന്ന ആ കട്ടിലിൻ്റെ നേരെ എതിർവശത്ത് കർത്താവിൻ്റെ ഒരു അനുഗ്രഹിക്കുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു. ഭാര്യ ഈ വെപ്രാളത്തിനിടയിലും അഭിഷേകാഗ്നിയുടെ പുസ്തകം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര ഭക്തികാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയുള്ള ആളല്ലേ. യേശുനാമത്തിന്റെ ശക്തി എന്നുള്ള ഈ പുസ്തകം. അപ്പൊ ചേട്ടൻ ഇത്ര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് പോലും ഇത് ഈ പുസ്തകം ബാഗിൽ എടുത്ത് വെച്ചിട്ടാണ് പെട്ടെന്ന് വന്നത്. ഈ പുസ്തകം, ഈ യേശുനാമത്തിന്റെ ശക്തി എന്നുള്ള പുസ്തകം. സഹോദരൻ നോക്കിയ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഹോസ്പിറ്റലിലേക്ക് സ്ട്രോക്ക് വന്ന് അറ്റാക്ക് വന്ന് സംഗതി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ പോണ സമയത്ത് എൻ്റെ സഹോദരങ്ങൾ തിരക്ക് കൂട്ടി എടുക്കുന്ന കൂട്ടത്തിൽ യേശുനാമം ഇതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര ഒരു വളരെ സീരിയസ് ആയിട്ട് അഭിഷേകാഗ്നി കൊടുന്ന ആളല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഭാര്യ സ്ഥിരമായിട്ട് അഭിഷേകാഗ്നിയുടെ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ പുസ്തകം കൂടെ എടുത്തുകൊണ്ട് വന്നു. യേശുവിൻ്റെ രൂപം നോക്കി എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് പഴയ ശക്തി തരണേ എന്ന് പറഞ്ഞിട്ട് ഈ ഇടത്തെ തോള് മുതൽ ഇടത്തെ കാലിൻ്റെ അറ്റം വരെ ഈ പുസ്തകം വെച്ച് ഞങ്ങളിങ്ങനെ ഇത് തലോടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ഞങ്ങൾ ചെന്നെങ്കിലും അവിടെ ന്യൂറോയുടെ ഡോക്ടറോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരോ ആരും ഇല്ലായിരുന്നു. ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൽക്കാലം മരുന്ന് തരാം. അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ തലച്ചോറിലൊരു ക്ലോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം മരുന്ന് തരാം, നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണം, ഉടനെ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ ഒരു ഇഞ്ചക്ഷൻ തന്നു, തൽക്കാലത്തേക്കുള്ള മരുന്ന് തന്നു. പക്ഷേ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിനിടയിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത കാരിത്താസ് ആശുപത്രിയിലേക്ക് പോകാനുള്ള ഇപ്പൊ തൽക്കാലം ഇഞ്ചക്ഷൻ എടുക്കാം, അങ്ങോട്ട് പറഞ്ഞ് വേഗം എത്തിക്കണം എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ക്രിട്ടിക്കലായി. ആ സമയത്ത് നിങ്ങൾ ഈ പുസ്തകം, ഞാൻ ഈ പുസ്തകം വെച്ച് ഇങ്ങനെ തോള് മുതൽ താഴെ വരെ തലോടിക്കൊണ്ട് കരിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിയെങ്കിലും അനക്കാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വിരലുകൾ അനങ്ങാൻ തുടങ്ങി, കൈ പൊക്കാൻ തുടങ്ങി.
എൻ്റെ കൈ പൂർണ്ണമായിട്ട് പൊക്കി. അപ്പം ഞാൻ കട്ടിലിൽ നിന്ന് താഴെ എൻ്റെ കാല് കുത്തി എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റി. അപ്പം 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ പഴയ ശക്തി മുഴുവൻ എനിക്ക് തിരിച്ചു കിട്ടി. യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ പുസ്തകം വഴി എൻ്റെ കാലിൽ കൂടെ അനുഗ്രഹം ചൊരിഞ്ഞതാണ്. ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഞങ്ങൾ അന്നേരം തന്നെ ഞങ്ങൾ മനസ്സിൽ നേർച്ച നേർന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് മറ്റാരുടെ അടുത്തും രക്ഷയില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നിനക്ക് രക്ഷ വേണോ, നീ യേശുവിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. ആത്മാവിന് രക്ഷ വേണോ, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ രക്ഷ പ്രാപിക്കാൻ യേശുവിനെ സമീപിക്കുക, യേശുവിനെ സ്വീകരിക്കുക. യേശുവിൻ്റെ വചനത്തിലൂടെ ആ യേശു ക്രിസ്തുവിൻ്റെ ശക്തി മുഴുവൻ സ്വീകരിക്കുക. ഹല്ലേലൂയ. എഴുന്നേൽക്കാം. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഉറക്കെ സ്തുതിക്കുക. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ. സ്വരം ഉയർത്തി കണ്ണുകളടച്ച് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുക, സ്നേഹിക്കുക, നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്.